എട്ടുമന കമാൻഡോ മുഖം മുതലുള്ള ഇറിഗേഷൻ ചാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന കുളവാഴയും ചണ്ടിയും പുല്ലും നീക്കം ചെയ്യാൻ നടപടിയെടുക്കുമെന്ന് ഗീതാ ഗോപി MLA. പാറളം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്കൊപ്പം സ്ഥലം സന്ദർശിച്ചാണ് MLA ഇക്കാര്യം അറിയിച്ചത്. കോൾ നിലങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ കരുവന്നൂർ പുഴയുമായി ബന്ധിപ്പിക്കുന്ന KLDC കനാൽ തുടങ്ങുന്ന ഭാഗമാണ് എട്ടുമന കനാൽ പ്രദേശത്തെ കമാൻഡോ മുഖം. കമാൻഡോ മുഖത്തെ തടയണ ഷട്ടർ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത സ്ഥിതിയാണ്. ഇതിനാൽ ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിലെ വെള്ളം ഉയരുകയും കമാൻഡോ മുഖത്തെ താൽക്കാലിക തടയണ കവിഞ്ഞ വെള്ളം കനാലിൽ കൂടി ഒഴുകിയെത്തും. എന്നാൽ ഈ സാഹചര്യത്തിൽ ചെറുപ്പ് പഞ്ചായത്തിലെ എട്ടുമന പ്രദേശത്തുള്ളവർ സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ ബന്ധപ്പെട്ടവർ അറിഞ്ഞും അറിയാതെയും തടയണ തുറന്ന് വെള്ളം തുറന്നിടുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ സമയത്ത് നിലവിലെ KLDC കനാലിലെ ബണ്ടിൽ നിന്ന് പടർന്നിറങ്ങിയ പുല്ലും കുളവാഴയും ആഫ്രിക്കൻ പായലും തിങ്ങി നിറഞ്ഞ സ്ഥിതിയിലുമാകും. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം സാഹചര്യത്തിൽ പുല്ലും കുളവാഴയും ആഫ്രിക്കൻ പായലും നീക്കം ചെയ്യാൻ എല്ലാ വർഷവും ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിക്കാറുള്ളതാണ്. ഇക്കാര്യം പാറളം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം ചർച്ച ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കത്ത് മുഖേന ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഫണ്ടില്ലെന്ന മറുപടിയാണ് പാറളം പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് ബന്ധപ്പെട്ട വിഷയം പള്ളിപ്പുറം കർഷക നഗർ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വനജാരാജൻ പൂവത്തിങ്കൽ ഗീതാ ഗോപി MLAയെ നിവേദനത്തിലൂടെ അറിയിക്കുകയായിരുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ പാറളം പഞ്ചായത്തിലെ ചേനം മുള്ളക്കര പള്ളിപ്പുറം കർഷക നഗർ ശാസ്താംകടവ് പ്രദേശത്ത് പാടശേഖരത്തിനോട് ചേർന്നുള്ള കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാകുമെന്നാണ് അറിയിച്ചത്. കൂടാതെ പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ സ്കൂൾ അനുവദിക്കേണ്ട അവസ്ഥയും MLAയെ അറിയിച്ചിരുന്നു. നിവേദനം ലഭിച്ച സാഹചര്യം കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസം ഗീതാ ഗോപി MLA പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ, ഇറിഗേഷൻ തൃശൂർ സെക്ഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയത്. പാറളം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വനജാരാജൻ പൂവത്തിങ്കൽ, ടോമി പലിശ്ശേരി, റിൻസി ജൂബി, അംഗങ്ങളായ CM ഷക്കീർ, നിഖിൽ പള്ളിപ്പുറം, ജിഷ രാജ, റോസ്മേരി എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. എട്ടുമന കമാൻഡോ മുഖം മുതലുള്ള ഇറിഗേഷൻ ചാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന കുളവാഴയും ചണ്ടിയും പുല്ലും നീക്കം ചെയ്യാൻ നടപടിയെടുക്കുമെന്ന് MLA പറഞ്ഞു. ഇതിനായി ബന്ധപ്പെട്ട പ്രശ്നം തിരുവനന്തപുരം ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MLA പാറളം പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് ഉറപ്പു നൽകി.